നമസ്കാരം. ലേഖന വിവാദത്തിന്റെ പേരിൽ കോൺഗ്രസിൽ ഒറ്റപ്പെട്ട ശശി തരൂരിനെ ഹൈക്കമാൻഡ് ചേർത്ത് നിർത്തി അനുനയിപ്പിച്ചെങ്കിലും പാർട്ടിയിൽ താൻ നേരിടുന്നത് കടുത്ത അവഗണനയും ആക്രമണവും എന്ന പരാതിയും പരിഭവവും മറച്ചുവെക്കാതെ തിരുവനന്തപുരം എം.പി. ലേഖന വിവാദത്തിൽ കണ്ടതുപോലെ തന്നെ ഇനിയും വളഞ്ഞിട്ട് ആക്രമിച്ചാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ ശേഷം പാർട്ടിയിൽ താൻ അവഗണന നേരിടുന്നു എന്നതായിരുന്നു തരൂരിന്റെ മുഖ്യ പരാതി. രാഹുലുമായി വർദ്ധിച്ച അകലം ചൊവ്വാഴ്ചത്തെ ചർച്ചയോടെ അല്പം കുറഞ്ഞെങ്കിലും പൂർണ്ണ തൃപ്തനല്ല എം.പി എന്നാണ് സൂചന. ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും താൻ നേരിടുന്ന അവഗണനയാണ് തരൂർ രാഹുലുമായുള്ള ചർച്ചയിൽ ധരിപ്പിച്ചത്. സംസ്ഥാനത്ത് പിണറായി സർക്കാരിനെതിരെയും കേന്ദ്രത്തിൽ മോദി സർക്കാരിനെതിരെയും നിലപാട് സ്വീകരിച്ച് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇരു സർക്കാരുകളെയും വാഴ്ത്തുന്ന നിലപാട് സ്വീകരിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് രാഹുലും തരൂരിനെ ധരിപ്പിച്ചു. ലേഖനത്തിന്റെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ താൻ ഉന്നയിച്ച വാദത്തെയും മോദിയുടെ വിദേശ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളെയും ദുർവ്യാഖ്യാനിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കം വിമർശനം ചൊരിഞ്ഞത് തരൂരിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇനി അത്തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ വെച്ചുറപ്പിക്കാനാവില്ലെന്നാണ് തരൂരിന്റെ നിലപാട്. സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം നൽകിയ പരാതിക്ക് പുറമെ കാര്യങ്ങൾ വിശദീകരിക്കാൻ തനിക്ക് അവസരം നൽകണമെന്ന് തരൂരും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. വിദേശ നയത്തിലടക്കമുള്ള വിഷയങ്ങളിൽ താൻ എക്കാലത്തും വ്യക്തിപരമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെന്നായിരുന്നു തരൂരിന്റെ വിശദീകരണം. താൻ പാർട്ടിയിൽ ഒതുക്കപ്പെടുകയാണെന്ന വികാരവും അദ്ദേഹം രാഹുലുമായി പങ്കുവച്ചു. കേന്ദ്രത്തിന്റെയും അന്താരാഷ്ട്ര ഏജൻസിയുടെയും ഡേറ്റ അവലംബമാക്കിയാണ് ലേഖനമെന്നും ഇതിന് വിരുദ്ധമായ കണക്കുകൾ കിട്ടിയാൽ തന്റെ നിലപാടുകൾ തിരുത്താൻ തയ്യാറാണെന്നുമാണ് തരൂർ വ്യക്തമാക്കുന്നത്. താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമായ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യം ലേഖനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിനെയും അടിസ്ഥാനമാക്കിയാണ് ലേഖനം. ഇത് രണ്ടും CPM-ൻ്റെതല്ലല്ലോ. വേറെ സ്രോതസ്സിൽ നിന്ന് വേറെ വിവരങ്ങൾ ലഭിച്ചാൽ അത് പരിശോധിക്കാനും തയ്യാറാണ്. കേരളത്തിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്, വേറെ ആർക്കും വേണ്ടിയല്ലെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞിരുന്നു. തരൂരിന്റെ മോദി പിണറായി സ്തുതികൾ സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും സംശയത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. മോദിയുടെ US സന്ദർശന ഫലത്തെ പിന്തുണച്ച തരൂർ BJP-യിലേക്ക് പോകുമെന്നൊക്കെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് അത് തള്ളിക്കളയുന്നു. എന്നാൽ ഇടതുപക്ഷത്തെ വിശേഷിച്ചും പിണറായി സർക്കാരിന്റെ കാലത്തെ വ്യവസായ വളർച്ചയെ അദ്ദേഹം ശരിവെച്ചത് നേതാക്കൾ സംശയത്തോടെയാണ് കാണുന്നത്. തന്റെ മുമ്പാകെ പരാതി എത്തിയതോടെ വളരെ വേഗത്തിലാണ് രാഹുൽ തരൂരിനെ വിളിപ്പിച്ചത്. കൂടിക്കാഴ്ചയ്ക്കായി തരൂരും താല്പര്യമെടുത്തതോടെ കാര്യങ്ങൾ വേഗത്തിലായി. KC വേണുഗോപാലിനെ പോലും മാറ്റി നിർത്തിയായിരുന്നു തരൂർ രാഹുൽ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. സോണിയാഗാന്ധിയുടെ വസതിയിൽ KC വേണുഗോപാൽ ഉണ്ടായിരുന്നെങ്കിലും ചർച്ചയിൽ പങ്കാളിയായില്ല. ഖാർഗെയുമായി വസതിയിലെത്തി രാഹുൽ ഗാന്ധി ചർച്ച നടത്തുമ്പോൾ വേണുഗോപാൽ ഉണ്ടായിരുന്നു. എന്തായാലും തരൂരിന്റെ വരുംകാല നീക്കങ്ങൾ ഹൈക്കമാൻഡിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്ന് ഉറപ്പാണ്. ശശി തരൂർ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ച് വലുതാക്കിയെന്ന് KPCC അധ്യക്ഷനും MP-യുമായ K. സുധാകരൻ പറഞ്ഞു. വലിയ ദ്രോഹമൊന്നും തരൂർ പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ കടുത്ത സംസാരം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അത് നിർത്തി. പ്രശ്നങ്ങൾ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചർച്ച നടത്താൻ ഇവിടെ യുദ്ധമൊന്നും ഉണ്ടായില്ലെന്ന് K. സുധാകരൻ MP പറഞ്ഞു. ഒരു പ്രസ്താവനയുടെ പേരിൽ നേരിയ പ്രശ്നം വന്നപ്പോൾ അത് അവിടെ തീർക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ശശി തരൂരിനെ താനും വിളിച്ചിരുന്നു. സ്നേഹത്തോടെ പെരുമാറുകയും ഇനി മേലിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് പാർട്ടി തലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. അതോടെ ആ വിഷയം അവിടെ തീർന്നു. വലിയ ദ്രോഹമൊന്നും ശശി തരൂർ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകളുണ്ടാവും, അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. പക്ഷേ അതൊന്നും ഉള്ളിൽ തട്ടിയാവില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. ശശി തരൂരിൻ്റെ ലേഖനത്തെക്കുറിച്ച് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ പ്രതികരണത്തെക്കുറിച്ച് സുധാകരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: വ്യവസായ മേഖലയിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് വലിയ പുരോഗതിയാണ് ഉണ്ടായതെന്ന് അങ്ങനെയൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല. ശശി തരൂർ പറഞ്ഞത് കണ്ടീഷണലാണ്. പൂർണ്ണമായ രീതിയിലുള്ള കമൻ്റ് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. തരൂർ പറഞ്ഞതിൽ അങ്ങനെ ഒരു അർത്ഥവും ഇല്ലെന്നും K. സുധാകരൻ വിശദീകരിച്ചു. ശശി തരൂരിൻ്റേത് പിശകാണെന്ന് പറയുന്നില്ല. അർദ്ധസത്യമുണ്ടെന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. തരൂർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നതാണ് കോൺഗ്രസ് നേതൃത്വം എന്ന നിലയ്ക്ക് വ്യക്തമാക്കാനുള്ളത്. സംസാരം നിർത്താൻ പറഞ്ഞപ്പോൾ എല്ലാവരും നിർത്തി. DYFI ക്ഷണിച്ച പരിപാടിയിലേക്ക് തരൂർ പോകില്ല. അക്കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും KPCC അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു.